അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തയിടത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് 6 മാസം പിന്നിട്ടപ്പോഴേക്കും ക്രമക്കേടുകളുടെ കുത്തൊഴുക്കാണ് പുറത്തുവരുന്നത്. രാമക്ഷേത്രത്തിലെ ചോർച്ച സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോഴിതാ നഗരത്തിലെ റോഡുകളുടെ മികവിൻ്റെ തെളിവുകളും പുറത്തു വന്നു കഴിഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസം കഴിയും മുമ്പേ അയോധ്യയിലെ പ്രധാന റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. 4 വേദങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നാമകരണം ചെയ്ത ഭക്തിപഥ്, രാമജന്മഭൂമി പഥ്, രാംപഥ്, ധർമ്മപഥ് എന്നീ റോഡുകളാണ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ മാസങ്ങൾക്കിടെ കുണ്ടും കുഴിയുമായത്. രാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഈ പാതകളിൽ പലയിടത്തും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവാത്ത വിധം കുണ്ടും കുഴിയുമായി കഴിഞ്ഞു. സൗരോർജ്ജ വിളക്കുകളടക്കമുള്ള ആധുനിക സൗകര്യങ്ങളുള്ള റോഡുകളാണ് ഇവ എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിൽ പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് പുതുതായി നിർമ്മിച്ച റോഡുകളടക്കം ഇടിഞ്ഞു താഴുന്നത്. ഒരു റോഡിലെ വൻ ഗർത്തത്തിൽ കാർ വീണിരിക്കുന്നതും മറ്റു പലയിടത്തും തകര ബോർഡുകൾ കൊണ്ട് കുഴികൾ മറച്ചിരിക്കുന്നതും വീഡിയോകളിൽ കാണാം. ചിലയിടങ്ങളിൽ നാട്ടുകാർ മരച്ചില്ലകളും ഇഷ്ടികകളും ഫ്ലക്സ് ബോർഡുകളും കൊണ്ടാണ് കുഴിയിൽ ചാടാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പല റോഡുകളിലും മധ്യഭാഗത്താണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ രാംപഥ് റോഡിലും സമീപ റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഓടകളില്ലാത്തതിനാൽ റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലേക്ക് അഴുക്കുവെള്ളം കയറുകയും ചെയ്തു. ഇതൊക്കെയാണ് വികസനത്തിൻ്റെ അയോധ്യ മാതൃകകൾ. കൈയടിച്ചേ മതിയാവൂ. അതങ്ങനെ ഒരു വശത്ത് നിൽക്കുമ്പോൾ BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഉപകരണമായ രാമക്ഷേത്രം തന്നെ ചോരുകയാണെന്ന് മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് തന്നെ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. രാംലല്ല വിഗ്രഹം സ്ഥാപിച്ച ശ്രീകോവിലിൻ്റെ മേൽക്കൂര ആദ്യ മഴയിൽ തന്നെ ചോർന്നൊലിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഒരുപാട് എഞ്ചിനീയർമാരുണ്ടായിരുന്നു. ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠയും കഴിഞ്ഞു. പക്ഷേ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോരുകയാണ്. ഇക്കാര്യം ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1-ാം നിലയിൽ നിന്ന് മഴവെള്ളം ചോരുന്നുണ്ടെന്ന് രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ നൃപേന്ദ്ര മിശ്രയും പറഞ്ഞു. 2024 ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തുകയായിരുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകും മുമ്പായിരുന്നു ഉദ്ഘാടനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ട് തട്ടാനായിരുന്നു ഈ നീക്കമെങ്കിലും രാമക്ഷേത്രവും അയോധ്യയും സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJP 8 നിലയിൽ പൊട്ടി. കാരണം ജനങ്ങൾക്കറിയാം, തങ്ങൾക്ക് ജീവിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടതെന്ന് വോട്ടർമാർ അടിവരയിട്ട ദിനമായിരുന്നു ജൂൺ 4. 6 മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ്റെ മതിലും കഴിഞ്ഞ ദിവസം മഴയിൽ തകർന്നു വീണിരുന്നു. 20 മീറ്റർ നീളത്തിലാണ് മതിൽ പൊളിഞ്ഞു വീണത്. പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി 240 കോടിയോളം രൂപ ചെലവിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിതതെന്ന് ഓർക്കണം. 2023 ഡിസംബർ 30-നാണ് പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്. അതേസമയം രാമക്ഷേത്ര ചോർച്ചയും മാസങ്ങൾ കൊണ്ട് റോഡുകൾ തകർന്നതുമടക്കം ചൂണ്ടിക്കാട്ടി BJPക്കെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി മാത്രം തിരക്കിട്ട് 2ാം കിട നിർമ്മാണം നടത്തി BJP അയോധ്യയെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ആരോപിച്ചു. രക്തസാക്ഷികളുടെ ശവപ്പെട്ടിയായാലും ക്ഷേത്രമായാലും എല്ലാം BJP അഴിമതിക്കുള്ള അവസരമായി മാറ്റുകയാണ്. രാജ്യത്തെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകങ്ങൾ പോലും അവർക്ക് കൊള്ളയടിക്കാനുള്ള അവസരങ്ങൾ മാത്രമാണെന്നും റായ് കുറ്റപ്പെടുത്തി. അയോധ്യ നിർദ്ദയമായി കൊള്ളയടിക്കപ്പെട്ടെന്ന് SP നേതാവ് IP സിംഗ് പ്രതികരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ മഴക്കാലത്തെ പോലും താങ്ങാൻ പുതിയ മതിലിന് കഴിയുന്നില്ല. നൂറ്റാണ്ടുകളായി ഈ കപട അഴിമതി തുടരുന്ന BJPക്കും സംഘപരിവാറിനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ അയോധ്യയിലേക്കുള്ള വിമാന, ട്രെയിൻ, ബസ് സർവീസുകൾ വെട്ടിക്കുറച്ചതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.